46 സ്തുതി അംബരീഷസ്തുതി. ഇത് ഭാഗവത്തിൽ 9 സ്കന്ധം 5 അധ്യായം 3 മുതൽ 11 വരെ ശ്ലോകങ്ങൾ. സുദർശന ചക്രാഗ്നിയാൽ തപിക്കപ്പെട്ട ദുർവാസ മഹർഷി വിഷ്ണു ഭഗവാന്റെ വാക്ക് മാനിച്ച് അംബരീഷൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തി. ആ രാജാവിൻ്റെ പാദത്തിൽ വീണ് മഹർഷി തൻ്റെ പാദം തൊട്ടതിൽ ലജ്ജയോടുകൂടി രാജാവ് സുദർശന ചക്രത്തെ സ്തുതിച്ചു. ഈ മുനിശ്രേഷ്ഠന് വന്നിരിക്കുന്ന ദുഃഖം മാറ്റുവാൻ അപേക്ഷിച്ചു. ഇനി സ്തുതി കേൾക്കാം. അംബരീഷ ഉവാച ത്വമഗ്നിർഭഗവാൻ സൂര്യഃ ത്വം സോമോ ജ്യോതിഷാം പതി ത്വമാപസ്ത്വം ക്ഷിതിർവ്യോമ വായുർമാത്രേന്ദ്രിയാണി ച സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുതപ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയ ഇടസ്പദേ ത്വം ധർമ്മസ്ത്വമൃതം സത്യം ത്വം യജ്ഞോഖിലയജ്ഞഭുക് ത്വം ലോകപാല സർവാത്മാ ത്വം തേജപൗരുഷം പരം നമസ്സുനാഭാഖിലധർമ്മസേതവേ ഹ്യധർമ്മശീലാസുരധൂമകേതവേ ത്രൈലോക്യഗോപായ വിശുദ്ധവർച്ചസേ മനോജവായാദ്ഭുതകർമ്മണേ ഗൃണേ ത്വത്തേജസാ ധർമ്മമയേന സംഹൃതം തമപ്രകാശശ്ചതുർദോ മഹാത്മനാം ദുരത്യയസ്തേ മഹിമാ ഗിരാം പതേ ത്വരൂപമേതഃ സദസത്പരാവരം യഥാ വിസൃഷ്ടസ്ത്വമനജ്ഞനേന വൈ ബലം പ്രവിഷ്ടോജിതദൈത്യദാനവം ബാഹൂദരോർവംഘ്രിശിരോധരാണി വൃക്ണന്നജസ്രം പ്രധനേ വിരാജസേ സത്വം ജഗത്രാണഖലപ്രഹാണയേ നിരൂപിതഃ സർവസഹോഗതാഭ്രത വിപ്രസ്യ ചാസ്മത്കുലദൈവഹേതവേ വിദേഹി ഭദ്രം തദനുഗ്രഹോഹിനഃ യദ്യസ്തി ദത്തമിഷ്ടം വാ സ്വധർമ്മോ വാ സ്വനുഷ്ഠിതഃ കുലം നോ വിപ്രദൈവം ചേത് ദ്വിജോ ഭവതു വിജ്വരഃ യദി നോ ഭഗവാൻ പ്രീത ഏകഃ സർവഗുണാശ്രയഃ സർവഭൂതാത്മഭാവേന ദ്വിജോ ഭവതു വിജ്വരഃ. സുദർശന, അനേകം വായ്ത്തലയുള്ളതും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതുമായ ദിവ്യാസ്ത്രമേ, മറ്റു ശസ്ത്രങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന സർവശക്ത, അങ്ങ് ഈ ബ്രാഹ്മണനെ മംഗളകരമായി ഭവിക്കുക. നമസ്കാരം. അങ്ങ് ധർമ്മവും ഋതവും സത്യവും യജ്ഞവും സകല യജ്ഞങ്ങളുടെയും ഭോക്താവും ലോകപാലനും സർവാത്മാവും തേജസ്സും പരമമായ പൗരുഷവുമാകുന്നു. ധർമ്മമര്യാദകൾ രക്ഷിക്കുന്നവനും അധർമ്മശീലരായ അസുരർക്ക് ധൂമകേതുവിനെ പോലെ നാശം ചെയ്യുന്നവനും ബ്രഹ്മാണ്ഡപാലകനും ഉജ്ജ്വല തേജസ്സും മനോവേഗമുള്ളവനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ജഗത് രക്ഷക, സർവവും ക്ഷമിക്കുന്ന അങ്ങ് ദുഷ്ടന്മാരെ മാത്രം ശിക്ഷിക്കാനായിട്ടാണല്ലോ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഞങ്ങളുടെ കുലത്തിൻ്റെ ഭാഗ്യത്തിനായി ഈ വിപ്രന് മംഗളം നൽകുക. എന്തെങ്കിലും ദാനാദി പുണ്യകർമ്മം എനിക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ കുലം ബ്രാഹ്മണന്മാരാകുന്ന ദൈവത്തോടു കൂടിയതാണെങ്കിൽ ഈ വിപ്രൻ ദുഃഖരഹിതനായിത്തീരട്ടെ. ഏകനും സർവഗുണാശ്രയനുമായ ഭഗവാൻ സർവത്ര ആത്മഭാവത്തോടുകൂടിയ പാദസേവ കൊണ്ട് ഞങ്ങളുടെ നേർക്ക് സന്തുഷ്ടനായിട്ടുണ്ടെങ്കിൽ ഈ വിപ്രൻ പീഡരഹിതനാകട്ടെ. അംബരീഷൻ സ്തുതിച്ച് അപേക്ഷിക്കുകയാൽ സുദർശന ചക്രം ശാന്തമായി മറഞ്ഞു. ദുർവാസാവ് മഹർഷി അംബരീഷനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു,
ഹരിഭക്തരുടെ ഗുണം ഞാൻ ഇന്നറിഞ്ഞു രാജാവേ. അങ്ങയെ നശിപ്പിക്കാൻ ശ്രമിച്ച എനിക്കും അങ്ങ് ക്ഷേമം വരാൻ ആഗ്രഹിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ സേവകനായാൽ പിന്നെ ഒന്നും സാധിക്കാനില്ല. അങ്ങ് എന്നെ രക്ഷിച്ചതിനാൽ ഞാൻ അനുഗ്രഹീതനായി. സുദർശനത്തെ ഭയന്ന് ദുർവാസാവ് മുനി ഓടിത്തിരിച്ചു വരുന്നതുവരെ 1 വർഷം മുഴുവൻ അംബരീഷൻ ജലം മാത്രം കഴിച്ച് മുനിയെ പ്രതീക്ഷിച്ചിരുന്നു. മഹർഷി തിരിച്ചെത്തിയതിനാൽ അദ്ദേഹത്തെ നമസ്കരിച്ച് ഭജിച്ചു. പിന്നെ മുനിക്ക് ഉത്തമമായ ആതിഥ്യം നൽകി. ഭക്ഷിച്ചുകൊള്ളുവാൻ രാജാവിനോട് പറഞ്ഞ് അംബരീക്ഷനെ അനുഗ്രഹിച്ച് ആ മഹർഷി ബ്രഹ്മലോകത്തേക്ക് പോയി. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമെന്നല്ലാതെ തൻ്റെ മിടുക്കായി അംബരീഷൻ ഗണിച്ചില്ല. രാജ്യം പുത്രരെ ഏൽപ്പിച്ച് മനസ്സേകാഗ്രമാക്കി ഭഗവാനെ ഭജിച്ച് ഭവമോചനം നേടി. അംബരീഷചരിതം ഭക്തിപൂർവം കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്താൽ ആ പുരുഷൻ ഭഗവത് ഭക്തരിൽ ഉത്തമനായി ഭവിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ.